ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണോ? നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നുണ്ടോ? 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലേ? ആരെങ്കിലും അൺഫോളോ ചെയ്തതായിരിക്കുമോ? മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതൊരാളുടെയും ലക്ഷ്യം മോണിറ്റൈസേഷൻ എന്നുള്ളത് തന്നെ ആയിരിക്കും. 99% ക്രിയേറ്റേഴ്സിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും അവർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. 1% ആൾക്കാർ അവർ പാഷൻ എന്നുള്ള രീതിയിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവറും അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസുമാണ്. ഇതിൽ തന്നെ ബിഗിനറായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബാലികേറ മലയാണ്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ ഷോർട്സും വീഡിയോസും ഒന്നും കാണാൻ ആദ്യം ആരും തന്നെ കാണുകയില്ല. പിന്നെ പതുക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടി വരിക. ലക്കി ഫാക്ടേഴ്സ് ഉള്ളവരുടെ ചാനലുകൾ ലക്കായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ചാനൽ റീച്ചായി വളരെ പെട്ടെന്ന് തന്നെ അവർ മോണിറ്റൈസ് ചെയ്ത് എടുക്കും. എന്നാൽ നമ്മുടെ കാര്യത്തിലൊന്നും അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. എത്രയും ഷോർട്ട് വീഡിയോസ് ചെയ്യുക. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ കുറച്ച് താമസിച്ചിട്ടായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും. എന്നാൽ അത്രയും ക്ഷമയൊന്നും കാണില്ല ആദ്യമായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് ആദ്യം വ്യൂസ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മുടെ മൈൻഡ് ഡൗൺ ആവും. അപ്പം നമ്മൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടുക. അതിനുവേണ്ടി യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ചാനലുകളിൽ ചെന്നിട്ട് നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ ധാരാളമായിട്ട് കാണും. നമ്മുടെ വീഡിയോസ് എങ്ങനെ നല്ല ക്വാളിറ്റി വീഡിയോസ് ആക്കാം എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ശ്രദ്ധയിൽപ്പെടും. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ഒന്നിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട്, ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഈ ടെക് ചാനലുകളുടെ അടിയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും നമ്മൾ ആ ചാനലുകളിൽ ചെന്നിട്ട് സബ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരോടാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത് വലിയ തെറ്റുള്ള കാര്യമാണെന്നൊന്നും പറയുന്നില്ല. നമുക്ക് എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പം നമ്മുടെ മൈൻഡും ഡൗൺ ആവും. അത്രയും ക്ഷമയൊന്നും കാണത്തില്ല. എങ്ങനെയെങ്കിലും ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ചാനലുകളുടെ അടിയിൽ ചെന്നിട്ട് ഒന്നിച്ച് മുന്നേറാമെന്നൊക്കെ പറയുന്ന കമന്റ് ഒക്കെ നമ്മൾ അയക്കുന്നത്. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും സബ് ടു സബ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്, ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് അയക്കാതിരിക്കുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ സ്പാം വേർഡ്സ് കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്ന കുറേ വേർഡ്സ് യൂട്യൂബ് തന്നെ സ്പാം വേർഡ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ടെക് ചാനലുകളിൽ ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് അവരുടെ ചാനലുകളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന തോന്നലുകൊണ്ട് അവർ തന്നെ കുറെ കീവേഡ്സ് സ്പാം ആക്കി വെക്കും. അത്തരം വേർഡ്സും അവരുടെ കമന്റ് ബോക്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി സ്പാം കമന്റ്സ് എന്നുള്ള രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ലോക്കലായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി പറയുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ഒരാൾക്ക് അയച്ച മെസ്സേജ് ഒരു ചാനലിൽ മാത്രമായിരിക്കില്ലല്ലോ നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. അപ്പം ഇത്തരം കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് സ്പാം കമന്റ്സ് ആയിട്ട് മാറും. ഒരു കാരണവശാലും നിങ്ങൾ ഒരാൾക്ക് അയച്ച കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് അതേ രീതിയിൽ ഇപ്പോൾ ഒന്നിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട് എന്നുള്ള കമന്റ് ഒരു
ചാനലിന്റെ അടിയിൽ ചെന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം കമന്റ് തന്നെ കുറേ ചാനലിന്റെ അടിയിൽ ചെന്നിട്ട് ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ഈ സെയിം കമന്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജസ് എല്ലാം സ്പാമായി പോവും. ഒരു മെസ്സേജ് പോലും നിങ്ങൾക്ക് അതിൽ സീൻ ആവുകയില്ല. ഈ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്പാം മെസ്സേജസ് മറ്റുള്ളവരുടെ ചാനലുകളിൽ ചെന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങളുടെ കമന്റ് സെക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവർക്കൊക്കെ മറ്റുള്ളവരുടെ ചാനലുകളിൽ ചെന്നിട്ട് കമന്റ് ചെയ്യാൻ പറ്റാത്തത് സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ആയി പോകും. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കമന്റും ഒരു ചാനലുകളിലും ചെന്ന് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബ് നോക്കും നിങ്ങളുടെ മാൻ പ്രാക്ടീസസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണോ എന്നുള്ളത് യൂട്യൂബ് നോക്കും. അങ്ങനെ 24 hours ആദ്യം ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഈ സെയിം കോപ്പി പേസ്റ്റ് പരിപാടി ചെയ്യാതിരിക്കുക. നിങ്ങൾ അഥവാ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഉപയോഗിക്കുന്ന വേർഡ്സിൽ മാറ്റം വരുത്തുക. അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഇമോജീസ് എങ്കിലും കുത്തിത്തിരികെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ചാനലുകളിൽ ചെന്നിട്ട് സെയിം കമന്റ്സ് കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മറ്റുള്ളവരോട് സപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടുന്ന കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നവരെ സെലക്ട് ചെയ്ത് നിങ്ങൾ അവരെടുത്ത് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുകയും നിങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അവർ കാണുകയും അങ്ങനെ ഗ്രാജുവലി അത് നിങ്ങൾക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറി നിങ്ങളുടെ വ്യൂസും വാച്ച് അവറും ഒക്കെ കൂടുന്നതായിരിക്കും. ഇപ്പം കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നവർക്ക് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നവരെ തന്നെ സെലക്ട് ചെയ്യാം. കോമഡി ആയിട്ടുള്ളത്, എന്റർടൈൻമെന്റ് ബേസ് ചെയ്ത് കണ്ടന്റ് ഇടുന്നവരെ, കൃഷി ബേസ് ചെയ്ത് കണ്ടന്റ് ഇടുന്നവരെ, അങ്ങനെയൊക്കെയുള്ളവരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർഗാനിക് സബ്സ്ക്രൈബർ ആയിട്ട് മാറുകയും നിങ്ങളുടെ വാച്ച് അവർ വ്യൂസും ഒക്കെ കൂടുകയും ചെയ്യും. അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നു. ഇന്നിപ്പോൾ നല്ല രീതിയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും കൗണ്ട് നല്ല രീതിയിൽ കയറിയതിന്റെ പകുതിയിലധികവും സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആരുടെങ്കിലുമൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ പതുക്കെ കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കും അതിൽ പകുതിയിലധികവും കുറയുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളവർ ഇനി നമ്മളെ അൺഫോളോ ചെയ്തതായിരിക്കുമോ. മുൻപൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ യൂട്യൂബ് ഇപ്പം നിലവിൽ 2 months ആയിട്ട് നമുക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ എടുക്കുക, നമ്മുടെ പ്രൊഫൈൽ കയറുക, നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സീ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സീ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരൊക്കെ ഒരുപാടുണ്ട്. ഇനി ആരെങ്കിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സപ്പോർട്ട് ആവശ്യപ്പെടുന്നവരുടെ പ്രൊഫൈലിൽ കയറുന്നു, അപ്പോൾ തന്നെ നേരെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആദ്യം നമ്മൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. സബ്സ്ക്രൈബ്, വ്യൂ ചാനൽ. ഡയറക്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ വ്യൂ ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ ചാനലിൽ കയറിയിട്ട് വീഡിയോസോ ഷോർട്സോ ഏതാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അത് പ്ലേ ചെയ്യുക. അതിനുശേഷം ഇവിടെ 50% വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈക്കും കമന്റും അതിനുശേഷം സബ്സ്ക്രൈബും ചെയ്യുക. അല്ലാതെ നേരെ ചെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ചാനൽ വിസിറ്റ് ചെയ്ത് വീഡിയോ വാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സ്പാം ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുന്ന വീഡിയോയുടെ 50% വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വാലിഡ് ആവത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറയും. നിങ്ങൾ ആരെങ്കിലും ഇനി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വാച്ച് വരൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.